മാധ്യമപ്രവർത്തക ജീൻ കാരൽ നൽകിയ അപകീർത്തി കേസിൽ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. ജീൻ കാരലിന് $83 മില്യൺ നഷ്ടപരിഹാരം നൽകണമെന്ന് ന്യൂയോർക്ക് കോടതി വിധിച്ചു. $5 മില്യൺ ആവശ്യപ്പെട്ടിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും പരസ്യമായും ട്രംപ് അധിക്ഷേപം തുടർന്നതോടെയാണ് 8 ഇരട്ടി തുക പിഴയായി കോടതി വിധിച്ചത്. 1996 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഫാഷൻ മാസികയിൽ എഴുത്തുകാരിയായ ജീൻ കാരലിനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വെച്ച് ട്രംപ് പീഡിപ്പിച്ചു എന്നായിരുന്നു വെളിപ്പെടുത്തൽ. 2019 കേസ് ഫയൽ ചെയ്തത്. വിധി കേൾക്കാൻ കാത്തു നിൽക്കാതെ ട്രംപ് കോടതി വിട്ടു. വിധിയെ അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി ട്രംപ് പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് തീരുമാനം. വാർത്തയുടെ വിലയിരുത്തലുമായി അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. അവിടെ ഇപ്പോൾ ഗുഡ് നൈറ്റിന്റെ ടൈം ആയി വരുന്നതായിരിക്കും. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ട്രംപ് ഇതിനെ വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും എങ്ങനെയാണ് നമ്മൾ ഈ കോടതി വിധിയെ നോക്കിക്കാണേണ്ടത്? തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ കൂടിയാണ് ഇത്തരം ഒരു തിരിച്ചടി കോടതിയിൽ നേരിടുന്നത്. തീർച്ചയായും ഇത് ട്രംപിന് പേഴ്സണലിയും ട്രംപ് ക്യാമ്പയിനും ഒരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടന്നു എന്ന് ക്ലെയിം ചെയ്യുന്നത് 1996 അതിനുശേഷം 2019 ട്രംപ് തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കരോൾ ഇത് അപ്പീൽ ചെയ്യുന്നതും. 2022 വേർഡിക്റ്റ് വരുന്നു. ആദ്യത്തെ വേർഡിക്റ്റ് വന്നപ്പം 5 മില്യൺ പിഴ കൊടുക്കാൻ വേണ്ടിയായിരുന്നു വിധി പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് അതിനുശേഷം നിരന്തരം കോർട്ടിനെ ആക്രമിക്കുകയും ജഡ്ജിനെ ആക്രമിക്കുകയും കോർട്ടിലുള്ള എംപ്ലോയീസിനെ ആക്രമിക്കുകയും വാക്കാല് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്കുകയും അതോടൊപ്പം ഈ വിക്ടിമിനെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അപ്പൊ അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കേസ് റീട്രയലിൽ പോകുന്നത്. ഈ റീട്രയലിൽ പോയപ്പം അവർ ആവശ്യപ്പെട്ടത് ഏകദേശം 8-10 മില്യൺ ആയിരുന്നു. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന വിധി ഒരു വൂപ്പിംഗ് നമ്പറാണ്. $83 മില്യൺ ട്രംപിനോട് ജീൻ കാരലിന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 83 മില്യണിൽ ഏകദേശം 63 മില്യൺ പ്യൂണിറ്റീവ് ഡാമേജ് ആയിട്ടാണ്. അതുപോലെ തന്നെ 7.3 മില്യൺ ഇമോഷണൽ ഡാമേജ് റിക്കവർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻ റിപ്പയറിംഗ് ക്യാമ്പയിന് വേണ്ടിയിട്ട് 11 മില്യൺ മാറ്റിവെക്കണമെന്നാണ് ജഡ്ജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏത് ആംഗിളിൽ നമ്മൾ ഇത് സംസാരിച്ചു കഴിഞ്ഞാലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രംപിന് ഇതൊരു കനത്ത തിരിച്ചടിയാണ്. കാരണം ഇത് ആന്റിസിപ്പേറ്റ് ചെയ്തതായിരുന്നു. ഈ ഒരു വിധി ട്രംപിന് ഒരിക്കലും അനുകൂലമാകുകയില്ല എന്നായിരുന്നു എല്ലാ ലീഗൽ വൃത്തങ്ങളും പറഞ്ഞിരുന്നത്. എന്നാലും ട്രംപിന് സാധാരണഗതിയിൽ ലീഗൽ കൗൺസിലിൽ പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവമില്ല. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഗട്ട് ഫീലിംഗിൽ ഒരു ഇൻഡ്യൂഷനാൽ നടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് തോന്നുന്നു ഈ കേസ് രണ്ടാമത് റീട്രയലിന് പോയി. ആ റീട്രയല് വളരെ ഹൊറിബിൾ ആയിട്ട് ഒരു ഔട്ട്കമാണ് വന്നിരിക്കുന്നത്. ഔട്ട്കം ഡിക്ലെയർ ആകുന്നതിന് തൊട്ട് മുൻപ് ഒരു കൊടുങ്കാറ്റ് പോലെ ട്രംപ് കോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഒരു വാർത്ത വരുന്നത്. അതൊക്കെ വളരെ വിയേർഡ് ആയിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഈ ജൂറിയിൽ 9 പേരായിരുന്നു ജൂറിയിൽ ഉണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പം സ്ത്രീകളെയാണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായി അല്ലെ പുരുഷന്മാര് സ്ത്രീകൾക്ക് എതിരെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് 9 പേരുള്ള ജൂറിയിൽ 7 പേര് പുരുഷന്മാരായിരുന്നു, 2 പേരായിരുന്നു പെണ്ണുങ്ങള്. അപ്പം അങ്ങനെ ഐക്യകണ്ഠേനമായ ഒരു തീരുമാനത്തിലാണ് ഈ ജൂറിയുടെ വന്നിരിക്കുന്നത്. കോടതി നടപടികൾ തിരിച്ചടിയാകും എന്ന് കരുതിയിരുന്നുവെങ്കിൽ പോലും ഈ ട്രംപിന്റെ എടുത്തുചാട്ടവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ഉള്ള മോശം തരത്തിലുള്ള ഇതുവരെ നമ്മൾ വിലയിരുത്തുന്ന ആ മോശം ഭാഗം അത് അദ്ദേഹത്തിന്റെ ആഘാതം ഇരട്ടിപ്പിച്ചു എന്ന് വേണമോ നമ്മൾ പറയാൻ. ഇനിയിപ്പോൾ അപ്പീൽ പോകും എന്നതാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും അറിയിച്ചിരിക്കുന്നത്. ഈ കോടതി അലക്ഷ്യം, നമ്മളുടെ ഇവിടെയൊക്കെയുള്ള കോടതി ഭാഷകൾ പറഞ്ഞാൽ കോടതി അലക്ഷ്യം നടപടികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം വലിയ ഒരു പിഴയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആ ഒരു വിഷയം നിൽക്കുന്നത് കൊണ്ട് തന്നെ മേൽക്കോടതികളെ സമീപിക്കുമ്പോൾ ഒരു അനുകൂല സാഹചര്യം ട്രംപിനെ സംബന്ധിച്ച് ഉരുത്തിരിയാൻ ഇടയുണ്ടോ? ലീഗൽ വൃത്തങ്ങൾ പറയുന്നത് ഇന്ന് കോർട്ടിൽ നടന്ന വളരെ എന്താ പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള പല സംഗതികളും വെച്ച് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ജഡ്ജ് ചിലപ്പോൾ ഒരു നോർമൽ വേയിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ട്രംപിനെ പിടിച്ച് കോർട്ടിലിട്ടേരും, ജയിലിലിട്ടേനും. കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം മറ്റ് പല വാദങ്ങൾ നടക്കുമ്പോൾ ഇടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യും, അദ്ദേഹം ലൗഡ്ലി സംസാരിക്കുകയും അവിടെ ഇവിടെയും അങ്ങനെയുള്ള ഒത്തിരി കോടതി അലക്ഷ്യമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് കിടന്നിരുന്നത്. അപ്പൊ ഏതായാലും മൊത്തത്തിലുള്ള നോക്കുകയാണെങ്കിൽ ട്രംപിന്
ട്രംപിന് വളരെയധികം ക്ഷീണമാണ്. ഇതോടൊപ്പം നമുക്ക് പറയാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ്, ട്രംപിന് ഇതോടൊപ്പം ബാക്കി 3 വലിയ കേസുകളുടെ കിടപ്പുണ്ട്. ഒന്ന് ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ കേസ് കിടപ്പുണ്ട്, ഇലക്ഷൻ ഇന്റർഫറൻസിന്റെ കേസ് കിടപ്പുണ്ട് ജോർജിയയിലുള്ളത്, അതോടൊപ്പം ജാനുവരി 6 ക്യാപിറ്റൽ ഇൻസറക്ഷന്റെ കേസ് കിടപ്പുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ കേസ് എല്ലാ ലീഗൽ വൃത്തങ്ങൾ പറയുന്നത് ജോർജിയയിലെ കേസാണ്, ഇലക്ഷൻ ഇന്റർഫറൻസിന്റെ കേസാണ് എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇത് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതോടൊപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രംപിന്റെ ബിസിനസ്സിന് ട്രംപ് എപ്പോഴും എല്ലാവരെയും സൂചി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. വായെടുത്താൽ പറയും ഞാൻ നിനക്കൊരു കേസ് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ കൂട്ടം നമുക്ക്. അപ്പൊ ഏതായാലും അദ്ദേഹം കുഴിക്കുന്ന കുഴികളിൽ അദ്ദേഹം തന്നെ ചാടുന്നതായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പ്രൈമറി ഇലക്ഷന് വളരെയധികം നല്ല രീതിയിലാണ് പോകുന്നത്. ട്രംപിനെ പക്ഷേ ഈ കോടതി വിധി ഇനി പ്രൈമറിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ? നിക്കി ഹേലി പിന്മാറുന്നില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സ്വാഭാവികമായും ഒരു പീഡന കേസിൽ വരുന്ന വിധിയൊക്കെയാണല്ലോ, അപ്പോൾ അത് കൂടുതൽ തീവ്രമായി അവതരിപ്പിക്കാനൊക്കെയുള്ളൊരു സാഹചര്യം അവരെ സംബന്ധിച്ചൊക്കെ ലഭിക്കുകയാണ്. അപ്പോൾ പ്രൈമറികളെ ഇനി ഇത് അഫക്ട് ചെയ്തു തുടങ്ങുമോ? ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ട്രംപിനെതിരെ എപ്പോഴൊക്കെ കോടതി ഒരു വിധി വരുന്നുണ്ടോ അന്നൊക്കെ ട്രംപിന്റെ പ്രിയം കൂടുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇഫക്റ്റ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ജനറൽ ഇലക്ഷനെ വിന്ന് ചെയ്യാനായിട്ടുള്ള ഇൻഡിപെൻഡൻസിനെ, വുമൻ വോട്ടേഴ്സിനെ, അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് സ്വിച്ച് ഓഫ് ആയി പോകും, ട്രംപിൽ നിന്ന് അകന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ജനറൽ ഇലക്ഷന്റെ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വിലയിരുത്തൽ. അതോടൊപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള വൃത്തങ്ങള് ചർച്ച ചെയ്യുന്ന വേറൊരു ടോപ്പിക് ഉണ്ട്. ട്രംപിന്റെ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രംപിനെ കവർ ചെയ്യുന്ന ലോയേഴ്സ് എന്തുമാത്രം ഇഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ലീഗൽ സ്ട്രാറ്റജി എന്തുമാത്രം ഇഫക്റ്റീവ് ആണ്, വളരെ ഫ്ലോലെസ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി ഫ്ലോപ്പുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ലീഗൽ കൗൺസിലിനെയും വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജോർജിയയിലെ ഇലക്ഷൻ ഇന്റർഫിയർ കേസും ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സും അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കേസുകൾ വരുമ്പം അതിനകത്തൊക്കെ ഫെലനി കുറ്റങ്ങളും ക്രിമിനൽ കേസുകളൊക്കെ ഉള്ളതാണ്. ഇതൊരു സിവിൽ കേസാണെന്ന് ഓർക്കണം. അപ്പൊ സിവിലിൽ നിന്ന് മാറി ക്രിമിനൽ കേസിലേക്കാണ് വരുന്നത്. അപ്പം എന്തുമാത്രം ഇഫക്റ്റീവ് ആകും എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. നിക്കി ഹേലിയുടെ ഗ്രൂപ്പ് ഇതിനെ ഒരു ആയുധമായിട്ട് തന്നെ ഉപയോഗിക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ വൃത്തങ്ങൾ പറയുന്നത്. കാരണം നിക്കി ഹേലി എപ്പോഴും പറയുന്ന കാര്യം ഉണ്ടായിരുന്നു, ട്രംപിനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബഹളവും ആയിരിക്കും. ആ ബഹളമല്ല വേണ്ട, അമേരിക്കയ്ക്ക് സമാധാനവും സ്ട്രോങ് ലീഡർഷിപ്പുമാണ് വേണ്ടത്. ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ ട്രംപിനെതിരെ ഏതെങ്കിലും ഒരു വെർഡിക്റ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ പോലും ക്വസ്റ്റ്യൻ മാർക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാതെ നിക്കി ഹേലിയെ തെരഞ്ഞെടുക്കൂ എന്നാണ് നിക്കി ഹേലി പറയുന്നത്. ആ വാദത്തിന് ചെറിയൊരു ഊന്നലും കൂടെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇന്നത്തെ ഈ ഒരു കോർട്ട് നടപടി. തീർച്ചയായും അങ്ങനെ ഒരു സ്ഥാനത്തിന് അർഹനാണോ എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലാണ് വേണമെങ്കിൽ ട്രംപിന്റെ ഈ കോടതി മുറിയിലെ ഒക്കെ പെരുമാറ്റത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. എടുത്തുചാട്ടം, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രൈമറികൾ നടന്നു വരുന്ന കാര്യം സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ പോലും ഡെമോക്രാറ്റിക് പക്ഷം എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? ആ സാഹചര്യങ്ങളെ, പൊതു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളെ ഇതെങ്ങനെ സ്വാധീനിക്കും? ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചോളം ഇതൊരു നല്ലൊരു ന്യൂസ് ആണ്. കാരണം അവർക്ക് വേണ്ടത് ട്രംപിനോട് മത്സരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉള്ളിലെ ഉദ്ദേശം. ട്രംപിനെതിരെ ബാക്കിയുള്ള ബൈഡന് വേണ്ടിയിരുന്നത് ട്രംപിനോട് മത്സരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ബൈഡനെതിരെ നിക്കി ഹേലിയോ റോൺ ഡിസാന്റിസോ അങ്ങനെയുള്ള ആര് വന്നു കഴിഞ്ഞാലും ട്രംപിനേക്കാളും കൂടുതൽ 5 പോയിന്റ് 10 പോയിന്റ് 5% 10% കൂടുതൽ ലീഡായിരുന്നു എല്ലാ സർവേയിലും പ്രൊഡിക്ട് ചെയ്തിരുന്നത്. ആദ്യം ഈവൻ ട്രംപിനെ ബൈഡൻ തോൽപ്പിക്കുന്ന സിനറിയോ ആയിരുന്നു. എന്നാൽ വന്ന് കട്ടയ്ക്കായി 2-3% ട്രംപ് ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത് ജനറൽ ഇലക്ഷന്റെ കാര്യത്തിൽ. എന്നാൽ ട്രംപ് ഒഴിച്ച് വേറെ ഏത് കാൻഡിഡേറ്റ്സ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വന്നാലും അവരൊക്കെ 10-15% മുന്നിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ആ ട്രംപിന്റെ കോക്കസ്, ഇവാഞ്ചലിക്കൽ കോക്കസ്, റിപ്പബ്ലിക്കന്റെ ഹാർഡ് കോർ ആയിട്ടുള്ള ആ ഒരു കോക്കസ്, സദേൺ പാർട്ടിലുള്ള യൂസിലുള്ള ആൾക്കാർ വളരെ കട്ടയ്ക്ക് ട്രംപിനോടൊപ്പം ഉണ്ട്. അവര് ട്രംപ് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രംപിനെ വിടാൻ തയ്യാറല്ല. ആ ഒരു രീതിയിലാണ് പോകുന്നത്. എന്നാൽ ഇന്ന് ജോ ബൈഡനും പാർട്ടിക്കും ഡെമോക്രാറ്റ് പാർട്ടിക്കും ചെറിയൊരു ആശ്വാസം നൽകുന്നു. ചെറിയൊരു ആശ്വാസമല്ല, വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെയുള്ള കേസുകളിലുള്ള പരാജയം ട്രംപിന് നേരിടുമ്പോൾ ഉണ്ടാവുന്നത്. ഇവിടെ ഇപ്പോൾ സജിമോൻ ആന്റണി മേൽക്കോടതിയെ സമീപിക്കും എന്നത് ട്രംപ് സൂചിപ്പിച്ചു. അവിടുത്തെ ഈ കോടതി നടപടികൾ ഇനി കുറേയധികം സമയമെടുക്കാനാണോ സാധ്യത? തെരഞ്ഞെടുപ്പിന്റെ കൂടിയൊക്കെ പശ്ചാത്തലമുണ്ട്. അത്തരം മേൽക്കോടതിയെ സമീപിച്ചാൽ ഇതിന്റെ വ്യവഹാര നടപടികൾ കുറേയധികം സമയം ട്രംപിനെ സംബന്ധിച്ച് നീട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് സേഫ് ആകുമോ ട്രംപ്?
ഇല്ല, ഈ കേസിന്റെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 83 മില്യൺ കൊടുക്കാൻ പറഞ്ഞ നാളെ 83 ബില്യന്റെ ചെക്കോ അല്ലെങ്കിൽ ഒരു ക്യാഷോ കൊടുക്കുക എന്നുള്ള അല്ല അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി ട്രംപ് അപ്പാലറ്റ് കോർട്ടിൽ അത് അപ്പീൽ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ ലോയറും ലീഗൽ വൃത്തങ്ങളും ന്യൂസ് പ്രസ് കോൺഫറൻസിനകത്ത് അത് അനൗൺസ് ചെയ്തു അപ്പാലറ്റ് കോർട്ടിൽ പോകുമെന്നുള്ളത്. ഇനി അപ്പാലറ്റ് കോർട്ടിൽ പോയാലും അത് 6 മാസമോ 1 വർഷമോ 2 വർഷമോ ഒന്നും അത്രയും നീണ്ടു പോകത്തില്ല. ഏതാനും മാസങ്ങൾക്കകം അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് ലീഗൽ വൃത്തങ്ങൾ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ഈ ഒരു കേസിനെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കുക എന്ന ഒരു ലീഗൽ സ്ട്രാറ്റജിയിൽ ആയിരിക്കത്തില്ല ഇനിയുള്ള സ്ട്രാറ്റജി ട്രംപ് പോകുന്നത്. അവരുടെ കംപ്ലീറ്റ് ഒബ്ജക്റ്റീവും അല്ലെങ്കിൽ ആ ഒരു ലീഗൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 83 മില്യണ് അത് ടൂ മച്ച് ആണ്. അതിനെ എങ്ങനെ വെട്ടിക്കുറച്ച് 50 മില്യൺ ആക്കാൻ പറ്റും, അല്ലെ 30 മില്യൺ ആക്കാൻ പറ്റും, അല്ലെ 10 മില്യൺ ആക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ലീഗൽ സ്ട്രാറ്റജി. കാരണം ട്രംപ് തന്നെ പല ഒക്കേഷനിൽ പല എന്താ പറയുന്നത് ചേരാത്ത വാക്യങ്ങളാണ് പറയുന്നത്. ചില സമയത്ത് പറയും എനിക്ക് ഈ പെണ്ണെ അറിയത്തില്ല എന്ന് പറയും, ചില സമയത്ത് പറയും ഈ പെണ്ണെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയും, ചില സമയത്ത് കോർട്ടിൽ അദ്ദേഹം തന്നെ കൊടുത്തതിനകത്ത് അദ്ദേഹം ഈ ജീൻ കരോളിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫോർമർ വൈഫ് മാർല മേപ്പിൾസുമായിട്ട് അങ്ങനെ പല കാര്യങ്ങളിലുള്ള കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ കേസിന് മൊത്തത്തോടെ അട്ടിമറിച്ച് ട്രംപിന് അനുകൂലമായിട്ട് വരും എന്ന് അവർക്ക് പോലും പ്രതീക്ഷയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ലോയേഴ്സും അല്ലെ ലീഗൽ വൃത്തങ്ങളും അവരെ തന്നെ ഉദ്ധരിക്കുകയാണെങ്കിലും അവരുടെ എല്ലാം ലീഗൽ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹ്യൂജ് എമൗണ്ട് 83 മില്യൺ, ആ 83 മില്യനെ എങ്ങനെ വെട്ടിക്കുറച്ചുകൊണ്ട് വരാം എന്നുള്ള ഇതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം എനിക്ക് ഇതൂടെ ഒന്ന് ഈ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഈ ലീഗൽ നോക്കുകയാണെങ്കിലും അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ലിത്മസ് ടെസ്റ്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കേസുകളും വന്നത് ഒരു സാധാരണ ഒരു മനുഷ്യനെ, ഒരു സാധാരണ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു MLA, ഒരു MP അല്ലെങ്കിൽ ഒരു കളക്ടർ, ആ ഒരു ലെവലിലുള്ള ആളെ അല്ല, പ്രസിഡന്റ് ലെവല്, ആ ലെവലിലുള്ള ആൾക്കെതിരെയാണ് ഇത്രയും കേസ് വരുന്നത്. അത് ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല, ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് ജോ ബൈഡന്റെ പുത്രനെതിരെയും കേസുണ്ട്. അദ്ദേഹത്തിനെതിരെയും 2-3 ഫെലനിയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഒരു ലീഗൽ സിസ്റ്റത്തിന്റെ തന്നെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് നമ്പർ 1. നമ്പർ 2, ഇദ്ദേഹം ഈ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയ ട്രംപ് ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിന് പോലും 2-3 സ്റ്റേറ്റുകളിൽ ക്വാളിഫൈഡ് അല്ല, അതുകൊണ്ട് ട്രംപിന് ടിക്കറ്റിൽ വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും മറ്റ് 6-7 സംസ്ഥാനങ്ങൾ ട്രംപിന് ടിക്കറ്റിൽ വേണമെന്നും പറയുന്നുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു തീരുമാനം സുപ്രീം കോർട്ട് എനിക്ക് തോന്നുന്നു ഈ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബൈ മാർച്ചോട് കൂടി ഒരു സുപ്രധാനമായ ആ ഒരു തീരുമാനം എടുക്കും, വെദർ ട്രംപ് ഈസ് ക്വാളിഫൈഡ് ടു റൺ ഓർ നോട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇപ്പം സുപ്രീം കോർട്ടിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് നടക്കുമെന്ന് തന്നെ എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായും എന്തായാലും അമേരിക്കയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോടതി നടപടികൾക്ക് വളരെ ഒരു വലിയ പ്രാധാന്യം എന്തായാലും ഉണ്ടാകും എന്നതാണ് സിജിമോൻ ആന്റണി സൂചിപ്പിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി ഡോക്ടർ സിജിമോൻ ആന്റണി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്. Thank you.